തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുന്നംകുളം നഗരസഭയിൽ ഇത്തവണ തീപ്പാറും. കേവല ഭൂരിപക്ഷമില്ലാത്ത ഭരിച്ച CPM വിമത നീക്കങ്ങളെ പ്രതിരോധിച്ച് UDF മത്സരത്തിനെത്തുമ്പോൾ അട്ടിമറി വിജയമാണ് BJP ലക്ഷ്യമിക്കുന്നത്. മന്ത്രി AC മൊയ്തീന്റെ മണ്ഡലത്തിലെ കുന്നംകുളത്ത് തുടർഭരണം നേടണമെന്ന വാശിയാണ് LDFന്. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിന്റെ സ്വന്തം തട്ടകത്തിൽ ഭരണം പിടിച്ചെടുക്കുകയെന്ന അഭിമാന പോരാട്ടം NDAക്ക്. വിമത നീക്കങ്ങളെ പ്രതിരോധിച്ച് തന്ത്രപൂർവമായ നീക്കങ്ങളുമായി UDFും കുന്നംകുളം നഗരസഭയും തൃശൂർ ജില്ലയിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടമരങ്ങേറുന്ന ഇടമാകും. കോൺഗ്രസ് CPM അലിഖിത സഖ്യം പൊളിക്കുമെന്നാണ് BJPയുടെ അവകാശവാദം. BJPക്ക് അനുകൂലമായ സാഹചര്യം കുന്നംകുളത്ത് നിലനിൽക്കുന്നു. പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനയിലൂടെ മാത്രം 2000-ലധികം ആളുകൾക്ക് ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ ഈ നഗരസഭയിലുണ്ട്. അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള ഒട്ടനവധി കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഇന്ന് സജീവമായിട്ട് BJPയുമായിട്ട് ഈ വോട്ട് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തെ BJP കൗൺസിലർമാരുടെ ഭരണ മികവ് ഉയർത്തിക്കാണിച്ചാണ് NDAയുടെ പ്രചാരണം. ഒപ്പം കഴിഞ്ഞ LDF ഭരണസമിതിയുടെ പൊള്ളയായ അവകാശവാദങ്ങളും പ്രചാരണായുധമാണ്. കുന്നംകുളം നഗരത്തിലെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്ന പാർക്കിംഗ് സൗകര്യം, കുന്നംകുളം നഗരത്തിൻ്റെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടുന്ന ഔട്ടർ റിംഗ് റോഡ് സംവിധാനം എന്നിവ നടപ്പിലാക്കാൻ ആ ഭരണമുന്നണിക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ കുടിവെള്ള ക്ഷാമത്തിന് വേണ്ടുന്ന പ്രത്യേകമായിട്ടുള്ള പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു. കുറുക്കമ്പാറ ചാട്ടുകുളം കുടിവെള്ള പദ്ധതി ഇതൊന്നും നടപ്പിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ തുറക്കുളം മാർക്കറ്റ് കാലങ്ങളായി ആവശ്യപ്പെട്ടിരുന്ന ഏറ്റവും വലിയ കുന്നംകുളത്തുകാരുടെ ഒരു ആഗ്രഹമായിരുന്നു. ആ പദ്ധതി 5 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച് നടപ്പിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം നേട്ടമാകുമെന്നാണ് UDFന്റെ വിലയിരുത്തൽ. ഒരിക്കൽ പോലും തുടർഭരണം ലഭിക്കാത്ത ചരിത്രം ആവർത്തിക്കുമെന്നും UDF കണക്കുകൂട്ടുന്നു. ജനം, തൃശൂർ.